ഇപ്പോൾ ഡോക്ടർ പത്മകുമാർ കൂടി ടെലിഫോൺ ചെയ്യുന്നുണ്ട്. ഡോക്ടർ പത്മകുമാർ, സ്വാഗതം മലയാളം ന്യൂസിലേക്ക്. ഈ നിപ്പയുടെ ഒരു ഭീതിയൊക്കെ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എംപോക്സ് കൂടി സ്ഥിരീകരിക്കുകയാണ്. അതും കേരളത്തിലെ ആദ്യത്തെ കേസാണ്. എത്രത്തോളമുള്ളൊരു ജാഗ്രതയാണ് ഈ രോഗത്തിന് വേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ വളരെയേറെ ജാഗ്രത ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം മങ്കി പോക്സിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത 30 കേസുകളിൽ 15ഉം കേരളത്തിലായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മങ്കി പോക്സ് കേസ് 2022 റിപ്പോർട്ട് ചെയ്തത് കൊല്ലത്തായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2024 വീണ്ടും നമുക്ക് മലപ്പുറത്ത് നിന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിരവധി യാത്രക്കാർ, അന്താരാഷ്ട്ര യാത്രകളും മറ്റും നടത്തുന്ന നിരവധി യാത്രക്കാർ വന്നിറങ്ങുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിലും വളരെയേറെ ജനസാന്ദ്രത കൂടുതലുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നിന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു രോഗത്തിനെതിരായിട്ട് അങ്ങേയറ്റം നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഈ വൈറസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു രോഗാതുരത വളരെ കൂടിയ ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് രോഗം പടരാതിരിക്കാനുള്ള നിരവധി മാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. കൂടുതൽ കരുതൽ നടപടികൾ എടുക്കേണ്ടതുമുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടിരിക്കുന്ന വകഭേദം എന്ന് പറയുന്നത് ക്ലേഡ് 2 എന്ന് പറയുന്ന താരതമ്യേന അപകടകാരി അല്ലാത്ത, പെട്ടെന്ന് പടർന്നു പിടിക്കാത്ത ഒരു വകഭേദമാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കേസും ക്ലേഡ് 2 എന്ന് പറയുന്ന വകഭേദമാണ്. അതുതന്നെയായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. എങ്കിൽ പോലും ആഘോഷാവസരങ്ങളും മറ്റും വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണല്ലോ നമ്മുടേത്. ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് ഒത്തുചേരാൻ സാധ്യതയുണ്ട്. നിരവധി യാത്രക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ എത്തുന്നുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സമാന ലക്ഷണങ്ങളുമായിട്ട് ആരെങ്കിലും ആശുപത്രികളിൽ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും മറ്റും നടത്തുക. ഐസൊലേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. വീടുകളിൽ തന്നെ അങ്ങനെ വിദേശ യാത്രകളും മറ്റും കഴിഞ്ഞ് വരുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചിക്കൻ ബോക്സിന്റെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളും മറ്റും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ വൈദ്യ ഉപദേശവും മറ്റും സ്വീകരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. ഡോക്ടർ, മറ്റൊരു കാര്യമുള്ളത്, ഇത് ചിക്കൻ ബോക്സ് പോലെ തോന്നിക്കാവുന്ന രീതിയിലുള്ളൊരു രോഗമല്ലേ? അപ്പോൾ ഇത് രോഗം പകരുന്നത് ഈ സമ്പർക്കത്തിലൂടെ തന്നെയല്ലേ? വായുവിലൂടെ പകരില്ല എന്നുള്ളൊരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ? ചിക്കൻ പോക്സിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് മങ്കി പോക്സിനും ഉള്ളത്. കാരണം പനിയെ തുടർന്ന് ചർമ്മത്തിൽ പാടുകളും മറ്റ് കുമിളകളും മറ്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷണം. പക്ഷേ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് വായുവിലൂടെ പകരുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വകഭേദം, ക്ലേഡ് 2 വകഭേദമാണെങ്കിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുമല്ല. എങ്കിൽ പോലും ഒരു രോഗിയുമായിട്ട് അടുത്തിടപഴകുമ്പോൾ ഈ വൈറസ് മറ്റു വ്യക്തിയിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രായമുള്ളവരിലും മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും എല്ലാം തന്നെ ഇത് കൂടുതൽ മാരകമാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസാധാരണ ലക്ഷണങ്ങളുമായിട്ട് ആര് വീടുകളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ എത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കരുതൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ജാഗ്രതയോടുകൂടി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള തുടർ പരിശോധനകളും മറ്റും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, മറ്റൊരു സംശയമുള്ളത്, ഇത് പനി ആദ്യം വന്നിട്ട് പിന്നീടാണല്ലോ അല്ലേ ദേഹത്ത് പൊങ്ങുന്ന സ്ഥിതിയിലേക്ക് വരുന്നത്? എത്ര ദിവസത്തിന് ശേഷമായിരിക്കും ഇത് കാണപ്പെടുന്നത്? ഈ പനി മാറിയതിനു ശേഷമായിരിക്കും ഇത് വരുന്നത്? ഇതെല്ലാം തന്നെ ഒരു വൈറൽ പനികളാണല്ലോ. ഇതെല്ലാം നമ്മുടെ ചിക്കൻ പോക്സിന്റെയും പണ്ട് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത വസൂരിയുടെയും മറ്റും കാരണമായിട്ടുള്ള വൈറസുകൾ ആണ്. ഇതിന്റെയും കാരണമായിട്ടുള്ള വൈറസുകൾ പോക്സ് വൈറസുകൾ എന്ന് പറയും. ഇതിന്റെ എല്ലാ ലക്ഷണങ്ങൾ ഒരു വൈറൽ പനി പോലെ തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ നമുക്കിത് തിരിച്ചറിയണമെന്നില്ല. അതിനുശേഷം നമ്മുടെ ചർമ്മത്തിൽ ചുവന്നു തടിച്ച പാടുകൾ, പ്രത്യേകിച്ച് മുഖത്തായിരിക്കും അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ കൈകാലുകളിലും ഉണ്ടാകാം. അതിനുശേഷം ഇത് ക്രമേണ ഈ തടുപ്പുകൾ വെള്ളം നിറഞ്ഞിട്ടുള്ള കുമിളകളായിട്ട് മാറുക. അതിനുശേഷം അത് പറ്റയായിട്ട് മാറി ഇളകി പോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതെല്ലാം കൊണ്ടും അത് ചിക്കൻ പോക്സിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു മങ്കി പോക്സ് മറ്റും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ അത് ചിക്കൻ പോക്സ് ആണെന്ന് സ്വയം സ്ഥിരീകരിക്കാതെ അല്ലെങ്കിൽ സ്വയം തീരുമാനിക്കാതെ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യുകയും പ്രത്യേകമായിട്ട് ഒരു മുറിയിൽ താമസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള വൈദ്യ പരിശോധനകൾ, ഇതിനാവശ്യമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും നമുക്ക് ലഭ്യമാണ്.
കുമിളുകളിൽ നിന്നും ശേഖരിക്കുന്ന സ്രവം എടുത്താണ് പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ രക്തപരിശോധനയും നടത്തും. ഇതിന്റെ സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ പൂനെയിലേക്ക് നമ്മൾ അയക്കുന്നത്. രോഗം മറ്റ് നിർണ്ണയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു ആന്റിവൈറൽ മരുന്ന് ലഭ്യമല്ല. എങ്കിൽ പോലും സാധാരണ പനിയുടെ ചികിത്സ, അതോടൊപ്പം തന്നെ മറ്റ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയും, രോഗലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതി. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അത്ര മാരകമായിട്ടുള്ള ഒരു രോഗമൊന്നുമല്ല. 1 to 10%, 1% മുതൽ 10% വരെ മാത്രമാണ് ഇതിന്റെ മരണസാധ്യത. നിപ്പയുടെയൊക്കെ മരണസാധ്യത 90% കൂടുതലാണെന്ന് നമ്മൾ ഓർക്കണം. എങ്കിൽ പോലും വയോജനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും മങ്കി പോക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാരകമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരു പനിയും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. പ്രത്യേകിച്ചും സമാന ലക്ഷണങ്ങളുള്ളവരെ കാണുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം തേടുകയും ചെയ്യണം. വളരെ നന്ദി ഡോക്ടർ പത്മകുമാർ, ഈ രോഗത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും പറഞ്ഞു തന്നതിന്. എന്തായാലും നമ്മൾ നിപ്പയെ തോൽപ്പിച്ച കേരളമാണ്. ഇതും ഈ മങ്കി പോക്സ് എന്ന ഈ രോഗത്തെയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ രോഗം ബാധിച്ച ഈ യുവാവിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ച് ഇതിൻ്റെ പരിശോധനാ ഫലം പോസിറ്റീവാണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.